ഞാൻ ഫേസ്ലെസ് ആണ്. ഞാൻ ഇന്ന് ഫിലിം റിവ്യൂ ചെയ്യാനല്ല വന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഫിലിം റിവ്യൂ ചെയ്തു. അപ്പൊ അതില് എനിക്ക് കൊഞ്ഞവർത്താനാണ് എന്ന് എല്ലാരും പറഞ്ഞു. ആക്ച്വലി സത്യമാണ്, എനിക്ക് കുറച്ച് കൊഞ്ഞയുണ്ട്. ഞാൻ എടുക്കുന്ന ട്രീറ്റ്മെന്റിലാണ്. അത് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൊഞ്ഞമുണ്ട് എന്നെ എൻ്റെ വീഡിയോസ് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് കമന്റിൽ വന്ന് ചോദിച്ചാൽ മതി. എന്താണ് ഞാൻ ഇന്ന പോർഷനിൽ പറഞ്ഞത്, അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അത് എഴുതി തരാം. കമന്റിൽ തന്നെ ഞാൻ റിപ്ലൈ തരാം. ഇനി അതല്ല, നിങ്ങൾക്ക് വെറുതെ എന്നെ കളിയാക്കണമെന്നാണെങ്കിൽ, കൊഞ്ഞാന്ന് വിളിച്ച് കളിയാക്കണമെന്നാണ്, അതും നിങ്ങൾ കമന്റിൽ തന്നെ ഇട്ടോടും. എനിക്ക് ഒരു വിഷമവുമില്ല, സന്തോഷമേ ഉള്ളൂ. കാരണം അതിൻ്റെ പേരിൽ എനിക്ക് തിരിച്ചു തരേണ്ടത് ഒരു ലൈക്സും പിന്നെ പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തിട്ട് പോവുകയാണെങ്കിൽ വലിയ കാര്യമായി, വലിയ ഉപകാരമായി. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിട്ടിക് അവാർഡ്. ഈ പ്രാവശ്യത്തെ മലയാളം ക്രിട്ടിക് അവാർഡ് ഞാൻ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ഒരു അനീതി എവിടെയൊക്കെയോ കണ്ട പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. പക്ഷെ അതൊരു വലിയ വീഡിയോ ആയിട്ട് ഇടേണ്ടി വരും. അതിന് മുമ്പ് അനീതിയെന്ന് നമുക്ക് തോന്നിയ നാഷണൽ അവാർഡുകളൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. കംപ്ലീറ്റ്ലി അനീതി ആയിരിക്കത്തില്ല, എല്ലാവർക്കും അനീതിയായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷെ എനിക്ക് തോന്നിയത് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ഓക്കെ, ഞാൻ ഈ നാഷണൽ അവാർഡ് ഇന്ന് സംസാരിക്കാൻ എടുക്കാൻ കാരണം അശോകൻ, നമ്മുടെ മലയാള സിനിമ ആക്ടർ അശോകൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അദ്ദേഹത്തിന് പെരുവഴിയമ്പലം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഡെബ്യൂ മൂവിയായിരുന്നു. അത് 1979 അതിനകത്ത് അദ്ദേഹത്തിന് അവാർഡിന് പരിഗണിക്കാതിരുന്നതിനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഏജായിരുന്നു. ഇങ്ങനൊരു സംഭവം അശോകൻ എന്നുള്ള നടനിൽ നിന്ന് കേൾക്കാനിടയായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നാഷണൽ അവാർഡിനെ കുറിച്ച് ചിന്തിക്കാനിടയായതും പലതും എടുത്തു വെച്ച് നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ തടഞ്ഞ, അല്ലെങ്കിൽ എൻ്റെ കണ്ണുകളിൽ തടഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് 1990 ഒരു കാര്യമാണ്. കാരണം ആ സമയത്ത് അവാർഡ് കിട്ടിയിരിക്കുന്നത്, ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിരിക്കുന്നത് അമിതാഭ് ബച്ചനാണ്. അമിതാഭ് ബച്ചന് അങ്ങനെ ഒരു അവാർഡ് ലഭിക്കാൻ കാരണം അഗ്നിപത്ത് എന്നുള്ള മൂവിയാണ്. അത് നല്ല മൂവിയാണ്, അദ്ദേഹം നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ബെസ്റ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം ആ സമയത്തെ. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിത് സംസാരിക്കാനുണ്ടായ കാരണം ആ സമയത്ത് 1990 തന്നെയാണ് നമ്മുടെ പെരുന്തച്ച് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാവരും എനിക്ക് തോന്നുന്നത്, നിങ്ങൾ ഗൂഗിളിൽ അഴിച്ചു നോക്കിക്കോളൂ, എല്ലാവരും സംസാരിക്കുന്ന ഒരു വിഷയമാണ് പെരുന്തച്ചന് എന്തുകൊണ്ട് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയില്ല. ബെസ്റ്റ് പെരുന്തച്ചൻ മീൻസ്, പെരുന്തച്ചൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം തിലകൻ സാറിനെയാണ് നമ്മൾ പെരുന്തച്ചൻ പറയുക. എന്തുകൊണ്ട് തിലകൻ സാറിന് ആ അവാർഡ് കിട്ടിയില്ല? അതൊരു അനീതിയോ അങ്ങനെ എനിക്കറിയില്ല പറയാൻ, പക്ഷേ അങ്ങനെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അദ്ദേഹത്തിന് കിട്ടേണ്ട അവാർഡല്ലായിരുന്നോ, അദ്ദേഹത്തിന് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു അവാർഡല്ലായിരുന്നോ അഗ്നിപത്തിൽ അഭിനയത്തിന് അമിതാഭ് ബച്ചന് കൊടുത്തത്? നിങ്ങൾ അഗ്നിപത്ത് ഒന്ന് കണ്ടു നോക്ക്. തെരഞ്ഞെടുച്ചും കണ്ടിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുച്ചിനും ഒന്ന് കണ്ടു നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യത്തെ വേണമെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻ ലോബി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ വേറൊരു കാര്യം, എനിക്കറിയില്ല എല്ലാവർക്കും ഇതേ ഒപ്പീനിയൻ ഉണ്ടോയെന്ന്. ചിലപ്പോൾ ആർക്കും കാണില്ലായിരിക്കാം, എനിക്ക് മാത്രം തോന്നിയൊരു കാര്യമായിരിക്കാം. നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ആക്ട്രസ്, ആള് ഇപ്പോഴില്ല, മരിച്ചുപോയ ആളാണ്, മോനിഷയ്ക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടുന്നത് നഗക്ഷതങ്ങൾ എന്നുള്ള മൂവിയിലാണ്. അത് 1986 ആ കുട്ടിക്ക് എന്തോ 15 വയസ്സോ എന്തോ ഉള്ളൂ. ആ സമയത്താണ് ഈ അവാർഡ് കിട്ടുന്നത്. ആ സിനിമ നഗക്ഷതങ്ങളിലെ മെയിൻ ആക്ട്രസ് അല്ല ശരിക്കും പറഞ്ഞ മോനിഷ. അതിനകത്ത് മെയിൻ ആക്ട്രസ്സായിട്ട് വരുന്നത് സലീമ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ആക്ട്രസ്സാണ്. അവർ അതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് തന്നെയാണ്, ആ ഇയറിലൊക്കെ തന്നെയാണ് മൗനരാഗം എന്നുള്ള രേവതിയുടെ മൂവി. അങ്ങനെ കുറേ നല്ല മൂവികൾ ഇറങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ്. ആ മൂവി നിങ്ങളൊന്ന് എടുത്ത് കണ്ടു നോക്കുക. നന്നായിട്ട് മോനിഷ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലും നന്നായിട്ട് പെർഫോം ചെയ്ത ആക്ട്രസസ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ട് മാത്രം തോട്ടാണ്, വേണമെന്നുണ്ടെങ്കിൽ എന്നെ വന്ന് തെറി വിളിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത് അമ്മ പാസ്തയെ കുറിച്ചാണ്. അമ്മയുടെ സ്നേഹം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഇത്രയും മനോഹരമായിട്ട് കാണിച്ച ഒരേ ഒരാളെ ഉള്ളൂ, അത് നമ്മുടെ ഷർമിളജിയാണെന്ന്. 2004 ബെസ്റ്റ് ആക്ടർ സൈഫ് അലി ഖാനാണ്. എങ്ങനെ ബെസ്റ്റ് ആക്ടർ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹം തും എന്ന പടത്തിന് ബെസ്റ്റ് ആക്ടർ പാദ്രി അദ്ദേഹത്തിന് കൊടുത്തത്. ആ സമയത്ത് നോമിനി ആയിട്ട് വന്നിരിക്കുന്നത് കമല ഹാസൻ, വീരുമാൻഡി, മമ്മൂട്ടി,
കാഴ്ച, യുവ, അഭിഷേക്, എർസാത്തിറെ സ്വദേശ്, ഹൃതിക്കിന്റെ ലക്ഷ്യ. ഇത്രയും പേരാണ് നോമിനികൾ വന്നിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് സിനിമകൾ ഉണ്ടാവാം. ഞാൻ അതൊന്നും എടുത്തു വെച്ച് നോക്കുന്നില്ല, പറയുന്നില്ല. പക്ഷേ കിട്ടിയത് സെയ്ഫ് അലി ഖാൻ, ഹംദുമില്ല. ഇത്രയും നല്ല ആക്ടേഴ്സിന്റെ നോമിനീസ് അവിടെ വെച്ചുകൊണ്ട് സ്വന്തം മകനെ പ്രോത്സാഹിപ്പിക്കേണ്ട ആദ്യ കുടുംബത്തിൽ നിന്ന് ശർമ്മളാജി വന്നിട്ട് ഈ ഒരു കാര്യം ചെയ്തത് അനാത്ത മോശമായിപ്പോയി. ഇനി നമുക്ക് 2016 പോകാം. അക്ഷയ് കുമാറിനാണ് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത്. റസ്തം നല്ല പടമായിരുന്നു. പക്ഷേ ഒരു നാഷണൽ അവാർഡ് ഡിസേർവിങ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ മനോജ് വാജ്പേയിയാണ്. പുള്ളി അലിഗ്ര എന്ന മൂവി ചെയ്തിട്ട് അവർ നിൽക്കുകയാണ്. അപ്പൊ ഇത് എന്ത് നോക്കിയിട്ടാണ് ഈ ജൂറി മെമ്പേഴ്സ് എടുത്ത് അക്ഷയ് കുമാറിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് 2016 കൊടുത്തതെന്ന് എനിക്കൊരറിവില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ കമന്റിലായിട്ട് പറഞ്ഞതിൽ ഉപകാരമായിരുന്നു. ഇനി നമ്മൾ 2021 വരാം. 2021 ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയ അല്ലു അർജുനാണ്. അല്ലു അർജുന് ആ അവാർഡ് ഡിസേർവിംഗ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ തന്നെ ഒരു ചെറിയ പ്രശ്നമുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ആ സമയത്ത് മത്സരിച്ച കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്. രൺധീർ സിംഗ്, കപിൽ ദേവ് ആയിട്ട് അദ്ദേഹം വളരെ നന്നായിട്ട് അത് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ദീപക് കൗശൽ നമ്മുടെ സർദാർ ഉദ്ധം സിംഗ് ആയിട്ട് വളരെ 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 നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ധനുഷ് കർണനാഥ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മുടെ അല്ലു അർജുൻ ഫാൻസ് ഒക്കെ ഇവിടെ ഉണ്ടാവും. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയണമല്ലോ, അല്ലെങ്കിൽ ആര് പറയണ? അതുകൊണ്ട് അല്ലു അർജുന് 2021 ബെസ്റ്റ് ആക്ടർ അവാർഡ് കൊടുത്തത്. ഇനിയും നമുക്ക് ആ വർഷം തന്നെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ്, അത് കീർത്തി സനോന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് കീർത്തി സനോനും ആലിയ ഭട്ടും ഷെയർ ചെയ്യണം അവാർഡ്. എനിവേസ് അതിനകത്ത് ഡിസേർവിംഗ് ആയിട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന ആരാണെന്ന് നോക്കിയാൽ ജയ്ബീവില് നമ്മുടെ ലിജോ മോളും അറിയാലോ. ഒരു അക്തറുടെ ആ ക്യാരക്ടറിന് ഈവൻ സൂര്യ പോലും അവരുടെ പെർഫോമൻസിനെ അത്ര അപ്രീഷിയേറ്റ് ചെയ്ത് ഈ നോർത്ത് ഇന്ത്യൻ റിവ്യൂവേഴ്സ് ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്ത അത്രയും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് ലിജോ മോൻ ജോസ്, നിമിഷ സദേൻ ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ പെർഫോമൻസുമായിട്ട്, വിദ്യാബാലൻ ശ്രേണിയിലെ പെർഫോമൻസുമായിട്ടൊക്കെ നിൽക്കുമ്പോഴാണ് കീർത്തി സനോണിന് ആ അവാർഡ് എടുത്തു. കീർത്തി സനോണിന് ഈ അവാർഡ് കിട്ടാൻ കാരണമായ ഫിലിം നിങ്ങൾ തന്നെ തപ്പി ഒന്ന് കണ്ടു നോക്കാം. എന്നിട്ട് ഈ ബാക്കിയുള്ള മൂവീസിൽ ഏതെങ്കിലും ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ജെൻഡിയുമെങ്കിലും ഒന്ന് കണ്ടു നോക്ക്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടോന്ന്. അപ്പോൾ എനിക്കിപ്പോൾ ഏകദേശം ഇത്രയും കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിലപ്പുറത്തേക്ക് അനേരി അഴിമതിയൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു. പറ്റുവാണെങ്കിൽ എൻ്റെ ഈ കൊഞ്ഞവർത്താനം കേൾക്കാൻ നിങ്ങൾ വേണ്ടി വരിക, ഒരു ലൈക്ക് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.